ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള ലണ്ടൻ വാലൽ കാരമൽ കേക്കാണ്. ആദ്യമായിട്ട് കേക്ക് ഫില്ലിങ്ങിന് ആവശ്യമുള്ള വിപ്ഡ് കാരമലും ചോക്ലേറ്റ് ഗനാഷും റെഡിയാക്കാം. കാരമൽ സോസ് റെഡിയാക്കുന്നതിന് അടി കട്ടിയുള്ള ഒരു പാത്രത്തിൽ 3/4 കപ്പ് ഷുഗർ കാരമലൈസ് ചെയ്യണം. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ബട്ടറും ആഡ് ചെയ്ത് നന്നായിട്ട് ഇളക്കുക. അതിനുശേഷം 1/2 കപ്പ് വിപ്പിംഗ് ക്രീം അല്ലെങ്കിൽ ഫ്രഷ് ക്രീം ആഡ് ചെയ്യാവുന്നതാണ്. നമ്മളിവിടെ വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. ചൂടാറിയ ശേഷം ഇതിനെ വേറൊരു പാത്രത്തിൽ പകർത്തി ക്ലിംഗ് റാപ്പ് ചെയ്ത് ഏകദേശം 3 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കാം. ചോക്ലേറ്റ് ഗനാഷ് തയ്യാറാക്കുന്നതിന് 1/2 കപ്പ് റൂം ടെമ്പറേച്ചറിലുള്ള വിപ്പിംഗ് ക്രീമിൽ 100 ഗ്രാം മിൽക്ക് കോമ്പൗണ്ട് ചോക്ലേറ്റും 100 ഗ്രാം ഡാർക്ക് കോമ്പൗണ്ടും ചേർത്ത് ചൂടാക്കുക. ചോക്ലേറ്റ് അലുത്ത് വരുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ബട്ടർ ആഡ് ചെയ്ത് നന്നായിട്ട് ഇളക്കുക. ചൂടാറി കഴിയുമ്പോൾ ക്ലിംഗ് റാപ്പ് ചെയ്ത് 3 മണിക്കൂർ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. ഇനി കേക്ക് റെഡിയാക്കുന്നതിന് 3 മുട്ട ബീറ്റ് ചെയ്തെടുക്കുക. ഇതിലേക്ക് 3/4 കപ്പ് പൊടിച്ച പഞ്ചസാര ആഡ് ചെയ്യുക. ഇത് നന്നായി ബീറ്റ് ചെയ്തെടുക്കുക. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വാനില എസൻസും ആഡ് ചെയ്യുക. ഇതിലേക്ക് 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ കൂടി ചേർത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. അടുത്തതായി 1/2 കപ്പ് ചൂടാക്കിയ പാൽ ഇതിലേക്ക് ഒഴിച്ച് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. 1 ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 3/4 കപ്പ് മൈദയും 1/4 കപ്പ് കൊക്കോ പൗഡറും ചേർത്ത് അരിച്ചെടുത്ത മിശ്രിതം ഇതിലേക്ക് ആഡ് ചെയ്യുക. നന്നായിട്ട് ഇളക്കിയ ശേഷം തയ്യാറാക്കി വെച്ച കേക്ക് ടിന്നിലേക്ക് കേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കുക. 10 മിനിറ്റ് 180 ഡിഗ്രിയിൽ പ്രീഹീറ്റ് ചെയ്ത ഓവനിൽ 150 ഡിഗ്രി സെൽഷ്യസിൽ തന്നെ 23 മിനിറ്റ് കേക്ക് ബാറ്റർ ബേക്ക് ചെയ്യാൻ വയ്ക്കാം. വിപ്ഡ് കാരമൽ തയ്യാറാക്കുന്നതിനായി 3 മണിക്കൂറിന് ശേഷം ഫ്രിഡ്ജിൽ നിന്നെടുത്ത കാരമൽ മിക്സിനെ നന്നായി ബീറ്റ് ചെയ്തെടുക്കാം. അതുപോലെ 3 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച ചോക്ലേറ്റ് ഗനാഷും ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്ത് കൂൾ ചെയ്യാൻ വയ്ക്കുക. കേക്ക് ബേസിലേക്ക് ആദ്യത്തെ ലെയർ നമുക്ക് വെച്ച് കൊടുക്കാം. കേക്ക് സോക്ക് ചെയ്യുന്നതിനായി പഞ്ചസാരയും കാപ്പിപ്പൊടിയും ചേർത്ത് ചൂടുവെള്ളത്തിൽ കലക്കിയ മിക്സ്ചർ ആഡ് ചെയ്യുക. കേക്കിന് മുകളിലേക്ക് അടുത്ത ലെയറായ ചോക്ലേറ്റ് ഗനാഷ് ആഡ് ചെയ്യുക. ചോക്ലേറ്റ് ഗനാഷ് ലെവൽ ചെയ്തതിന് ശേഷം വിപ്ഡ് കാരമലിൻ്റെ ഒരു ലെയർ അതിന് മുകളിലേക്ക് ആഡ് ചെയ്യുക. ഇതിൻ്റെ മുകളിലേക്ക് അടുത്ത കേക്ക് ലെയർ ആഡ് ചെയ്ത് ചോക്ലേറ്റ് ഗനാഷ് വെച്ച് ക്രം കോട്ട് ചെയ്തെടുക്കുക. കേക്കിൻ്റെ മേക്കിങ്ങിൽ നമുക്ക് പറ്റിയൊരു മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചാൽ വിപ്ഡ് കാരമൽ റൂം ടെമ്പറേച്ചറിൽ പെട്ടെന്ന് അലിക്കുകയും കേക്ക് ലെയർ സ്റ്റേബിൾ ആവാതെ വരികയും ചെയ്തു. ഇതിന് പകരം വിപ്ഡ് കാരമലിനെ ബീറ്റ് ചെയ്ത് വിപ്പിംഗ് ക്രീമിലേക്ക് ആഡ് ചെയ്ത് ലെയർ ചെയ്യുകയാണെങ്കിൽ കേക്ക് നന്നായി സ്റ്റേബിളായിരിക്കും.